നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അല്ലേ? പക്ഷേ ഒരു ഡെസിമൽ നമ്പർ, അതായത് ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ പറയുകയാണെങ്കിൽ 3.7 3.7ന്റെ സ്ക്വയർ അല്ലേ? ഡെസിമൽ ആയിട്ട് വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് 3.7നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 3.7നെ 37/10 എന്ന് എഴുതിക്കൂടെ? 37/10 എന്ന് പറയുന്നത് 3.7ന് ഈക്വൽ ആണ്. അപ്പോൾ 3.7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 37/10 ഇൻറ്റു 37/10 അല്ലേ? 37/10 എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 37/10 ഇൻറ്റു 37/10 37 ഇൻറ്റു 37 ഉണ്ടല്ലോ ഇവിടെ. 37 ഇൻറ്റു 37 എന്ന് പറഞ്ഞാൽ 37ന്റെ സ്ക്വയർ. അപ്പോൾ 37ന്റെ സ്ക്വയർ നമ്മൾക്കറിയാം എങ്ങനെയായിരുന്നു? നമ്മുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിലായിരുന്നു a പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ എഴുതിയിരുന്നത്. അതേപോലെ നമ്മൾ ഇതിനെ എഴുതുകയാണെങ്കിൽ 37 സ്ക്വയറിനെ 30യും 7ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആദ്യം വരുന്നത് 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം എന്താവും? 30 ഇൻറ്റു ബിക്ക് പകരം എന്താണ്? 7 അല്ലേ? പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറയുന്നത് 7 ആണ്. 7 സ്ക്വയർ 30 സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 0 അത് സ്ക്വയർ ആയിട്ട് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ 2 സീറോസ്. ഇനി 30 ഇൻറ്റു 7 ആദ്യം നോക്കാം. 7 ഇൻറ്റു 3 ചെയ്താൽ മതിയാകും. 21 കിട്ടും. 21ന്റെ കൂടെ ഒരു 0. 210ന്റെ ഡബിൾ 210 ഇൻറ്റു 2 210 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 210ന്റെ ഡബിൾ, അതായത് 420 പ്ലസ് 7ന്റെ സ്ക്വയർ 49. അപ്പോൾ ഇതെന്ത് കിട്ടും? 1369 എന്ന് കിട്ടും. യെസ്, ഇങ്ങനെയാണ് 37ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി 1369. നമുക്ക് 3.7 അല്ലേ കിട്ടേണ്ടത്? ഓക്കെ, 37 ആണ് എന്ത്? 37 സ്ക്വയർ ആണെന്ത്? 136 ബൈ ഇവിടെ 10 ഇൻറ്റു 10 ഉണ്ടല്ലേ? 10 ഇൻറ്റു 10 എന്താണ്? 100. അപ്പോൾ 1369/100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ എത്ര സീറോസ് ഉണ്ട് 100ന്? 2 സീറോസ് ഉണ്ട്. അതിന്റെ അർത്ഥം 2 ഡെസിമൽ പ്ലേസ് പിന്നോട്ട് ഒരു പോയിന്റ് പോകും. അപ്പോൾ ഇതിന്റെ ആൻസർ 13.69 എന്ന രീതിയിൽ, ഓക്കെ, ഡെസിമൽ 2 പ്ലേസ് പിന്നോട്ട് 13.69 എന്ന രീതിയിൽ. അങ്ങനെയെങ്കിൽ ഇതല്ലാതെ ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ 100 കൊണ്ട് ഇങ്ങനെ ഡെസിമൽ ഒന്നും പിന്നോട്ട് ആക്കാതെ തന്നെ ചെയ്യാനായി പറ്റുമോ എന്ന് നോക്കാം. 3.7 സ്ക്വയറിനെ 3.7 സ്ക്വയർ അല്ലേ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ a എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. പ്ലസ് ബി എന്തായിട്ട് എടുക്കാം? 3ന്റെ കൂടെ എത്രയും കൂടിയും കൂടുന്നുണ്ട്? 0.7ഉം കൂടിയും കൂടുന്നുണ്ട് അല്ലേ? 3 പ്ലസ് 0.7 a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഇവിടെ a സ്ക്വയർ എന്താ വരിക? 3 സ്ക്വയർ അല്ലേ? പ്ലസ് 2 ഇൻറ്റു ഇവിടെ a എന്താണ്? 3 സ്ക്വയർ 3 സ്ക്വയർ അല്ല 3 a മാത്രമല്ലേ ഉള്ളൂ? 3 ഇൻറ്റു ബി എന്താണ്? 0.7 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7ന്റെ സ്ക്വയർ. ഓക്കെ, 3 സ്ക്വയർ 9 പ്ലസ് 3 ഇൻറ്റു 0.7 എന്ത് ചെയ്യും? ഇവിടെ ഡെസിമൽ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യാം?
7 ഇൻറ്റു 3 ചെയ്യാം. 7 ഇൻറ്റു 3 എന്ത് കിട്ടും? 21 അല്ലേ? 21 എന്ന് കിട്ടുമ്പോൾ 21ൽ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസല്ലേ ഉള്ളൂ. ഒരു ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോകാം. 2.1 ഈ 2.1 ഇൻറ്റു 2 ചെയ്യാം. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് 2.1ന്റെ ഡബിൾ, അതാണ് എന്ത്? 4.2 പ്ലസ് 0.7ന്റെ ഹോൾ സ്ക്വയർ. 0.7ന്റെ ഹോൾ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? അതായത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതേ നമ്പറിനെ തന്നെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. 0.7 ഹോൾ സ്ക്വയറിനെ 0.7 ഇൻറ്റു 0.7 ആണ് അല്ലേ? ഇവിടെ 7 ഇൻറ്റു 7 ആദ്യം ചെയ്യാം. എത്ര കിട്ടും? 49 എന്ന് കിട്ടും. എത്ര ഡെസിമൽ പ്ലേസാണ്? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ്, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ്, മൊത്തം 2 ഡെസിമൽ പ്ലേസ്. 49ൽ 2 ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോവുക. ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. 0.49 എന്ന്. 0.49 ഇത് ആഡ് ചെയ്താലും മതി. 9 പ്ലസ് 4 13 ആണ്. 13.2 വരും. 13.2ന്റെ കൂടെ 0.49 കൂടിയും കൂട്ടിയാൽ 13.69 കിട്ടി. കണ്ടോ? നമുക്ക് ഈ ഒരു മെത്തേഡിലും നമുക്ക് ചെയ്യാം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് പോയിന്റിലായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. യെസ്. ആദ്യം നമുക്ക് 2.3 ഇതേ രീതിയിലൊന്ന് ചെയ്യും. 2.3ന്റെ സ്ക്വയർ എന്താണ് ചെയ്യേണ്ടത്? 2ഉം 0.3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 0.3 അല്ലേ? പ്ലസ് 0.3 സ്ക്വയർ. 3 സ്ക്വയർ അല്ല കേട്ടോ, 0.3 സ്ക്വയർ ആണെന്ന് പ്രത്യേകം ഓർക്കുക. 2 സ്ക്വയർ 4, 2 ഇൻറ്റു 0.3. 2 ഇൻറ്റു 3 ചെയ്യാം, 6. ഒരു പോയിന്റ് പിന്നിലോട്ട് പോകുക, അപ്പോൾ 0.6 ആയി അല്ലേ? ഇതെന്തായി? 0.6 എന്നായി. ഇനി ഇവിടെ 2, 0.6ന്റെ ഡബിൾ അല്ലേ? അതായത് 0.6 പ്ലസ് 0.6 എന്താ വരിക? 6 പ്ലസ് 6 എന്താണ്? 12 ആണ്. 2 ഇവിടെ വരും, 1 ഇവിടെ. 1.2 അല്ലേ വരിക? 1.2 പ്ലസ് 0.3യുടെ ഹോൾ സ്ക്വയർ. 3ന്റെ സ്ക്വയർ കാണാം. 3ന്റെ സ്ക്വയർ 9. 9. ഇനി എത്ര ഡെസിമൽ ഉണ്ട്? 0.3 ഇൻറ്റു 0.3 എന്നാണ്. എത്ര ഡെസിമൽ ഉണ്ട് ഇവിടെ? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. 2 ഡെസിമൽ പിന്നോട്ട് പോകണം. ഇവിടെ ഒരു ഡെസിമൽ പിന്നോട്ട് പോയി. ഒരു ഡെസിമൽ ആണ് വേണ്ടത്? അല്ല, 2 എണ്ണം. ഒരു വട്ടം പോയി, ഇനിയും ഒരെണ്ണം കൂടി വേണം. അതായത് ഇവിടെ എങ്ങനെ വരും? ഒരു ഡെസിമലും കൂടി പിന്നോട്ട് പോയാൽ 0.09 എന്നാവും അല്ലേ? 2 ഡെസിമൽ പ്ലേസ് വേണമല്ലോ ഇവിടെ. 0.09 എന്ന് വരും. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 5.2 കിട്ടും. ഇത് നമ്മുടെ ആൻസർ 5.29 എന്ന്. ഇത് ആഡ് ചെയ്ത മൊത്തം ആഡ് ചെയ്ത 5.2. യെസ്. നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തത് 8.7. 8.7 സ്ക്വയർ. 8.7നെ എനിക്ക് എങ്ങനെ എഴുതാം? 8ഉം 0.7 ആയിട്ട് സ്പ്ലിറ്റ്. 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 0.7 പ്ലസ് 0.7ന്റെ ഹോൾ സ്ക്വയർ. 8 സ്ക്വയർ 64 പ്ലസ് 8 ഇൻറ്റു 7. 8 ഇൻറ്റു 7 എന്താ? 56 അല്ലേ?
56. ഇവിടെ എത്ര ഡെസിമൽസ് ഉണ്ട്? ഒരു ഡെസിമൽ. അപ്പോൾ 56 ഒരു ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോയാൽ 5.6 ആണ്. ഈ 5.6ന്റെ ഡബിള് 11.2 എന്ന് വരും അല്ലേ? 5.6 5.6ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2 പാർട്ടും ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റു 2 എന്ന് ചെയ്യാം. 12 11.2 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. ഇത്ര ഡെസിമൽ പ്ലേസ് പിന്നോട്ട് വേണം? 2 ഡെസിമൽ. എങ്ങനെ വരും? 0.49 എന്ന് വരും. 7ന്റെ സ്ക്വയർ എന്താണ്? 49. ഇവിടെ ഒരു പോയിന്റ് വന്നതുകൊണ്ട് അതായത് 0.7 ഇൻറ്റു 0.7 എന്നായി അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ്, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ്. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് നമ്മൾ പിന്നോട്ട് പോകണം. അപ്പോൾ അതെന്താവും? 0.49 എന്നായിട്ട് മാറും. അപ്പോൾ 64 പ്ലസ് 11.2 എത്ര വരും? 75.2 75.69 എന്ന് വരും. ഇനി അടുത്തത് 10.1. 10.1ന്റെ സ്ക്വയർ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 അല്ലേ? പ്ലസ് 0.1ന്റെ സ്ക്വയർ. 10ഉം 0.1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 10ന്റെ സ്ക്വയർ 100 പ്ലസ് 10 ഇൻറ്റു 0.1. 10 ഇൻറ്റു 1 10. ഒരു ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോയാൽ 1 എന്ന് വരും അല്ലേ? 10 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ ആദ്യം 10 ഇൻറ്റു 1 ചെയ്യും. എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒരു ഡെസിമൽ പ്ലേസ്. ഒരു ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോയാൽ ഇവിടെ പോയിന്റ് വരും. അപ്പോൾ 1.0. 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 2 പ്ലസ് 0.1ന്റെ സ്ക്വയർ 0.1 ഇൻറ്റു 0.1 അല്ലേ? അതായത് 1ന്റെ സ്ക്വയർ എന്താ? 1 തന്നെ. ഇനി എത്ര ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോകണം? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ? 0.1 ഇൻറ്റു 0.1 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 2 ഡെസിമൽ പ്ലേസ് പിന്നോട്ട് വേണം. 1 ഇൻറ്റു 1 എന്താണ്? 1. 2 ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോയാൽ 1 2 ഇവിടെ വരും പോയിന്റ്. ഇവിടെ എന്ത് വരും? 0 എന്ന് വരും. ഒന്നുമില്ലാത്തതുകൊണ്ട് എന്ത് വരും? 0.0. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 102.01 എന്ന് വരും. കറക്റ്റ് അല്ലേ? 100 പ്ലസ് 2 പ്ലസ് 0.0. അടുത്തത് നോക്കാം. നമ്മളിപ്പോൾ ഏതൊക്കെ ചെയ്തായിരുന്നു? ഫസ്റ്റ് ചെയ്തു, 2.3 ചെയ്തു, 8.7 ചെയ്തു, 10.1. ഇനി 12.5 ചെയ്യും. 12.5 ഹോൾ സ്ക്വയർ അല്ലേ? ഇതെങ്ങനെ വരും? 12ഉം 0.5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 12 സ്ക്വയർ പ്ലസ് പിന്നെ എന്ത് വരും? 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 പ്ലസ് 0.5ന്റെ സ്ക്വയർ. 0.5ന്റെ സ്ക്വയർ. 12ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ നമ്മൾ 1 തൊട്ട് 20 വരെയുള്ള സ്ക്വയേഴ്സ് കാണാണ്ട് പഠിക്കുന്നത് എളുപ്പമായിരിക്കും. പരീക്ഷയിലൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുവാനായിട്ട്. അല്ലെങ്കിൽ 12 സ്ക്വയർ നമ്മൾ വേറെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അല്ലേ? 10ഉം 2 ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് 1 തൊട്ട് 20 വരെയുള്ള സ്ക്വയേഴ്സ്
കാണാതെ പഠിച്ചാൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വേഗം ചെയ്യാനായിട്ട് സാധിക്കും. 12 സ്ക്വയർ എത്ര വരും? 144. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 144 കിട്ടിയായിരുന്നു അല്ലേ? പ്ലസ് 12 ഇൻറ്റു 5 ആദ്യം ചെയ്യാം. 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60ൽ ഒരു ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോയാൽ 6 എന്ന് മാത്രം. 6ന്റെ ഡബിള് പ്ലസ് 0.5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു 0.5. എന്താ 5 ഇൻറ്റു 5? 25. എത്ര ഡെസിമൽ പ്ലേസ് പിന്നോട്ട് വേണം? 1, 2. 2 ഡെസിമൽ പ്ലേസ്. 1, 2. എവിടെ പോയിന്റ് ഇടണം? ഇവിടെ. എന്തുവരും? 0.25. 0.2. എത്ര കിട്ടും? 156.25 എന്ന്. ശരി. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 15.7. 15.7. സ്ക്വയർ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? 15ഉം 0.7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 പ്ലസ് 0.7ന്റെ സ്ക്വയർ. .7 ഹോൾ സ്ക്വയർ. 15 സ്ക്വയർ എത്രയാണ്? 225 ആണ്. കണ്ടോ? ഇതേപോലെ 15 സ്ക്വയർ അപ്പൊ 20 വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 തൊട്ട് 20 വരെ കാണാണ്ട് പഠിച്ചാൽ നമുക്ക് ഇത് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. പ്ലസ് ഈ 15 ഇൻറ്റു 7 ചെയ്യാം. 15 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എനിക്ക് തോന്നുന്നു ഒരു 105. 105 ആണ് കിട്ടുക. 15 ടൈംസ് 7 105. ഇതിൽ ഒരു ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോകണം. അപ്പോൾ ഇവിടെ വരും 10.5 എന്ന്. ഈ 10.5ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21. 10ന്റെ ഡബിൾ 20. 0.5 ഡബിൾ ചെയ്ത് 1 21 പ്ലസ് 0.7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0.7 ഇൻറ്റു 0.7. 10 ഇൻറ്റു 7 49. 2 ഡെസിമൽ പ്ലേസ് പിന്നോട്ട് പോകണം അല്ലേ? 0.49. ഇത് എത്ര വരും? 246.49 എന്ന്. ഇങ്ങനെയാണ് ഡെസിമൽ പ്ലേസ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. വേറെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത്. മറ്റേ മെത്തേഡ് എന്ന് പറയുമ്പോൾ 15.7 157/10 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം 157/10 ഇൻറ്റു 157/10 എന്നല്ലേ അർത്ഥം? 10 ഇൻറ്റു 10 100 ആയിരിക്കും അടിയിൽ വരിക. പിന്നെ ഇവിടെ മുകളിൽ 157ന്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 157 ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ 150 പ്ലസ് 157 ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വലിയ വലിയ നമ്പേഴ്സ് കിട്ടും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഡെസിമൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്പേഴ്സ് ചെറുതായി, അതായത് നമ്പേഴ്സ് ഒക്കെ ഇപ്പോൾ പോയിന്റ് ഇല്ലെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ഫ്രാക്ഷൻ വെച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് വലിയ ടാസ്ക് ആണ്. അതിനേക്കാളും നല്ലത് ഡെസിമൽ വെച്ചിട്ടുള്ള മെത്തേഡാണ്.
ഓക്കെ. ഇങ്ങനെയാണ് ഡെസിമൽസിന്റെ സ്ക്വയേഴ്സ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇതോടുകൂടി ഈ ഒരു സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചിരിക്കും. ഇതിന്റെ ബാക്കി സ്ക്വയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.